ഹായ് ഓൾ. ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളൊരു സ്പ്രേ മോപ്പിൻ്റെ റിവ്യൂ ആണ് കേട്ടോ. നല്ലൊരു പ്രൊഡക്റ്റായിട്ട് തോന്നി, അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ തോന്നിയിട്ടാണ് വീഡിയോ എടുത്തത്. ഈ ഒരു മോപ്പ് സ്പ്രേ മോപ്പാണ്, നല്ല ക്വാളിറ്റി ഉണ്ട്. പ്രൊഡക്റ്റ് ആണെങ്കിൽ ഇതിൻ്റെ പൈപ്പും പ്ലാസ്റ്റിക്കും ഒക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. ഇത് ഫിറ്റ് ചെയ്യാനും വളരെ എളുപ്പമായിട്ടുണ്ടായിരുന്നു. ഇതിൽ 3 പാർട്സ് ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഈ അപ്പർ ഭാഗം, പിന്നെ ഒരു സെൻറ്റർ ഭാഗം, പിന്നെ താഴത്ത് നമ്മൾ മോപ്പ് തുടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മൈക്രോ ഫൈബറിൻ്റെ ആ ഫിറ്റിങ്ങും. ഇത്ര ഭാഗമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ ഫിറ്റ് ചെയ്യാനായിട്ട്. ഇത് നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നിയെന്ന് പറഞ്ഞാൽ, കുട്ടികളുടെ വീട്ടിലാകുമ്പോൾ എപ്പോഴും അഴുക്കൊക്കെ ആവും. അപ്പോൾ ആ സമയത്ത് നമ്മൾ ബക്കറ്റ് എടുത്തിട്ട് വെള്ളം എടുത്തിട്ട് വന്ന് തുടക്കുന്ന സമയത്ത് അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള സമയത്തും അതേപോലെ നമുക്ക് ബാക്ക് പെയിൻ ഒക്കെ ഉണ്ടാകുമ്പോൾ നല്ല ഹെവി ആയിട്ടുള്ള ഒരു മോപ്പ് യൂസ് ചെയ്ത് തുടക്കാമെന്ന് പറയുമ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള സമയത്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി സ്പ്രേ മോപ്പാണ്. ഇതിൻ്റെ മുകളിലുള്ള മൈക്രോ ഫൈബർ നമ്മളിതാ ഇവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മളിവിടെ ഒരു ബോട്ടിൽ വരുന്നുണ്ട്. ആ ബോട്ടിൽ വെള്ളം നിറച്ചിട്ട് നമ്മൾ സ്പ്രേ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. മുകൾ ഭാഗത്തായിട്ട് ഇങ്ങനെ അവിടെ അമർത്തി പിടിക്കുമ്പോൾ സ്പ്രേ പോലെ വരും. അത് വെച്ചിട്ട് തുടച്ചു കൊടുത്താൽ മതി. നല്ലൊരു മോപ്പാണ്. അപ്പോൾ ആവശ്യക്കാരൊക്കെ കമൻറ്റ് ചെയ്യുക. ലിങ്ക് ഞാനതിൽ കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിൽ നമ്മൾ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം. നമ്മളത് ധൃതി പിടിച്ച് കാണിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, ഇതൊരു ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ മുകൾ ഭാഗം ഫിറ്റ് ചെയ്യുമ്പം ഒരു ബ്ലാക്ക് കളറിലൊരു മുട്ട് കാണും. ആ മുട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് താഴെ ഭാഗത്തിലേക്ക് ഇറക്കി കൊടുത്തു കഴിഞ്ഞിട്ട് തിരിച്ച് കഴിഞ്ഞിട്ട് അവിടെ ഒരു ഹോൾ ഉണ്ടാകും. ആ ഹോളിൽ ആ ബ്ലാക്ക് മുട്ട് ഇങ്ങനെ കാണും. ഇങ്ങനെയാണിത് മുകൾ ഭാഗം ഫിറ്റ് ചെയ്യേണ്ടത്. പിന്നെ ഈ ഭാഗം നമ്മളൊന്ന് വെച്ച് കൊടുത്തൊന്ന് നല്ലോണം താഴ്ത്തി കൊടുത്താൽ മതി. സാധാരണ നമ്മൾ മോപ്പിലൊക്കെ ചെയ്യാറുണ്ടല്ലോ, അതേപോലെ തന്നെ. പിന്നെ ഈ ഒരു മോപ്പിൻ്റെ പ്രത്യേകത വെച്ചാൽ നമുക്ക് എല്ലാ സൈഡും നമുക്കിത് ചെയ്യാൻ പറ്റും. എല്ലാ ഭാഗത്തേക്കും ഇത് റൊട്ടേറ്റ് ചെയ്യാനും പറ്റുന്നുണ്ട്. നമ്മുടെ കയ്യിൽ അഴുക്കൊന്നും ആവില്ലല്ലോ. അപ്പോൾ നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ഇത് വെച്ചിട്ട് മോപ്പ് ചെയ്യാൻ പറ്റും.